ഹലോ ഗായ്സ്, ഞാൻ കുറേ നാളായില്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഞങ്ങളുടെ കോളേജിൽ ഫസ്റ്റ് ടൈമാണ് ഒരു വലിയ ഗ്രാൻഡായിട്ട് ഓണം ഫംഗ്ഷൻ നടത്തുന്നത്. ഇത് ഞങ്ങളുടെ മാമാണ്. കുട അടിച്ച് പൊട്ടിക്കൽ മത്സരമായിരുന്നു, പക്ഷേ ആർക്കും അത് അടിക്കാൻ പറ്റിയില്ല, മിസ്സായി പോകുന്നുണ്ടായിരുന്നു. മാമിന് മിസ്സായി. അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് അടി മത്സരം. നമ്മുടെ അവിടെ ഉള്ള ഒരു ഓണപ്പരിപാടിക്ക് വയ്ക്കുന്ന എല്ലാ രീതിക്കുള്ള കുഞ്ഞു കുഞ്ഞു മത്സരങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് അടിക്ക് എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറേ ചാടുന്നുണ്ട്, പല്ലി തട്ടുന്നുണ്ട്, ചുണ്ടി തട്ടുന്നുണ്ട്, പക്ഷേ വായിലെത്തുന്നില്ല. ശ്രീക്കായിരുന്നു അതിൽ ഫസ്റ്റ് കിട്ടിയത്. പിന്നെ ഈ ഓണത്തിൻ്റെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. ഉള്ളതിൽ വെച്ച് കുഴിമടിച്ച് ഞാനായതുകൊണ്ട് വീഡിയോസൊക്കെ കൂട്ടി വെച്ചിരുന്നു. എൻ്റെ സ്റ്റോറേജ് ഫുള്ളാവാറായി. സോ അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പുലിക്കളി ഉണ്ടായിരുന്നു. മാവേലിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷേ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചെണ്ട കൊട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഗ്യാങ് എല്ലാവരും ഉണ്ട് കാശ്. ഫുള്ള് ഞങ്ങളുടെ കോളേജിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾ മാവേലിയെ കൊണ്ട് കയറ്റി ഇറങ്ങിപ്പിച്ചു. ഇത് പോപ്പർ. ഐ തിങ്ക് ഞാൻ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്തെന്ന് തോന്നുന്നു. പോപ്പർ. എനിക്ക് അതിൻ്റെ എന്താ അറിയില്ല. അങ്ങനെ വലിയ സംഭവമുള്ള കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത്. വാവ്, നൈസല്ലേ. ഐ തിങ്ക് കറക്റ്റ് സമയത്തിന് ക്ലിപ്പ് ഞാൻ മാത്രമേ എടുത്തുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പടക്കം പൊട്ടിച്ചു. ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു ഗൈസ് അന്നത്തെ ദിവസം. മേ ബി നെക്സ്റ്റ് ഇയർ ഇങ്ങനെ ഒരു ഓണ സെലിബ്രേഷൻ ഉണ്ടാവുമോ എന്നറിയത്തില്ല. പിന്നെ ജൂനിയേഴ്സിൻ്റെ ഡാൻസ്, വീണ്ടും സ്റ്റേജിലൊരു ചെണ്ട കൊട്ടിൽ, പിന്നെ ഞങ്ങളുടെ ഡാൻസ്. പിന്നെ സദ്യക്ക് സമയമായി ഗൈസ്. തമിഴ്നാട്ടിൽ ഞങ്ങളുടെ കോളേജിലുള്ള പിള്ളേർ മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കും അവർ സദ്യ കഴിക്കുന്നത്. സോ ആദ്യം അവർക്കൊക്കെ കൊടുത്ത് വിളമ്പിയതിന് ശേഷം മലയാളീസ് പയ്യെ ഇരിക്കാൻ തുടങ്ങിയത്. ഫുള്ള് ചേച്ചിമാരുടെ ഏർപ്പാടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വക നാടൻ പാട്ട്. പിന്നെ ജൂനിയേഴ്സിൻ്റെ വക സിനിമാറ്റിക് സോങ്. ഒരുവിധം പരിപാടിയൊക്കെ എൻ്റെ ആവാറായി ഗൈസ്. പിന്നെ വടംവലി ഉണ്ടായിരുന്നു. എൻ്റെ ക്ലിപ്സൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞതുപോലെ വാഴക്കുല അടിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും ആ വാഴക്കുല നമ്മുടെ ക്ലാസ്സിന് ഞാൻ കൊണ്ടുവരുമെന്ന്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഓണ വിശേഷങ്ങൾ. ബൈ.